ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അടിപ്പാതയ്ക്കൊപ്പം ഇരുഭാഗങ്ങളിലേക്കുമുള്ള റോഡ് നിർമ്മാണത്തിനും അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. സാങ്കേതിക അനുമതി കൂടി ലഭ്യമാവുന്നതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. തൂതപ്പുഴയ്ക്കു കുറുകെ കുലുക്കല്ലൂർ മപ്പാട്ടുകര പറയാൻ തുരത്തിനെയും മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായ കടവിനെയും ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കിഴക്കൻ മപ്പാട്ടുകര ബന്ധിപ്പിക്കുന്നതിനായി റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമായത്. നിലവിലുള്ള അടിപ്പാത വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നതല്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ അനുമതിയോടെ വലിയ വാഹനങ്ങൾ പോകാൻ കഴിയുന്ന തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. സംസ്ഥാന ബജറ്റിൽ ഇതിനായി ഫണ്ടും വകയിരുത്തിയിരുന്നു. 4 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവും വരുന്ന രീതിയിലാണ് പുതിയ അടിപ്പാത ഒരുക്കുക. ഈ പദ്ധതികൾക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലെ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കിഴക്കേ മപ്പാട്ടുകരയും അതുപോലെ തന്നെ പടിഞ്ഞാറേ മപ്പാട്ടുകരയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ അടിപ്പാത എന്ന് പറയുന്നത്. അതിന് നേരത്തെ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് 6 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. മപ്പാട്ടുകര റെയിൽവേ അണ്ടർബ്രിഡ്ജിന് സംസ്ഥാന സർക്കാർ 6 കോടി അനുവദിക്കുകയും അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് ഭരണാനുമതിയാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി സാങ്കേതികാനുമതി കഴിയുന്നതോടുകൂടി നമുക്ക് ടെൻഡർ വിളിച്ചുകൊണ്ട് അതിന്റെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാം. ഇതിലേക്കുള്ള അപ്രോച്ച് റോഡിന് കൂടി ഫണ്ട് ഇതിന്റെ ഭാഗമായി ലഭ്യമായിട്ടുണ്ട്. ഈ റോഡിനുള്ള സ്ഥലം ജനകീയമായിട്ട് നാട്ടുകാരും ഗ്രാമപഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ട് ജനകീയമായിട്ടാണ് സ്ഥലം ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വൈകാതെ തന്നെ മപ്പാട്ടുകര റെയിൽവേ അണ്ടർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ് സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്. അടിപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി റോഡ് നിർമ്മാണത്തിന് സ്ഥലം ജനകീയ കൂട്ടായ്മയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി സ്ഥലം വിട്ടുകൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് വീരമണി അറിയിച്ചു.